ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാടിനെ മതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ നശിപ്പിച്ച് ബഹുസ്വരതയെ തകർത്ത് അവിടെ മത അന്ധതയെ, അതായത് ഒരു സ്ഥാനാക്കി മാറ്റാൻ, ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏറെയായി. ഈ വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ ആർക്കാണ് ചൊറിച്ചിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കിയാൽ മതി. അത്തരം വീഡിയോകളുടെ താഴെ വരുന്ന കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ തന്തയ്ക്ക് വിളിക്കുകയും തള്ളയ്ക്ക് വിളിക്കുകയും പുലഭ്യവും അസഭ്യവും പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പിൻവാങ്ങുമെന്നാണ് അവരുടെ ധാരണ. ഒരിക്കലുമില്ല. ഇതെന്റെ രാജ്യമാണ്. ഞാൻ ജനിച്ച, എനിക്ക് പൗരത്വവും സ്വാതന്ത്ര്യവും തന്ന, നല്ല യുക്തിബോധവും ഏതു മതത്തിലും മതമില്ലാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരു രാജ്യമാണിത്. അതുകൊണ്ട് ഞാൻ ആരാണെന്നും എൻ്റെ പൗരത്വം തെളിയിക്കേണ്ടതും എൻ്റെ ഈ രാജ്യത്തിന്റെ സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നമ്മൾ ചെറിയ പ്രായം മുതൽ പറഞ്ഞു പഠിച്ച ഒരു പ്രതിജ്ഞയുണ്ട്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അതെ, ഈ മഹത്തായ സന്ദേശം നൽകി തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഈ ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന രാജ്യമാണ്. നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മയായ നാടേ, നമ്മൾ അങ്ങനെ പഠിച്ചു വളർന്നത്, അങ്ങനെയാ നമ്മൾ പാടി പഠിച്ചത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ, ഈ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്വത്തെ തകർക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കില്ല. അതിന് നമുക്ക് ഏത് രൂപത്തിലാണോ ചെറുക്കാൻ സാധിക്കുന്നത് ആ ശ്രമം ഉപയോഗിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയും അവിടെ മാപ്പിള സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ എതിരിട്ടേ മതിയാകൂ. നമ്മൾ അതിനെ എതിർത്തേ മതിയാകൂ. ആ രൂപത്തിലാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹം കാണിക്കേണ്ടത്. നമ്മുടെ അമ്മയെ പങ്കുവെക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല, അമ്മയെ പിളർക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അതുപോലെ ഒരിക്കൽ കൂടി നമ്മൾ പിറന്ന ഈ നാടിന്റെ മാറിൽ കത്തിവെക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ ഒരുപാട് IED സ്ഫോടനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. ഏത് മാധ്യമങ്ങൾ കൊടുക്കും, ഏത് മാധ്യമങ്ങൾ അതിനെ ഒതുക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു കുടുംബം മുഴുവനും ആലോചിക്കണം. ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കണം. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ആണൊരുത്തൻ ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഇവർക്കതിന് സാധിക്കുന്നില്ല. അതിന്റെ ചൊരുക്കാണ് മോദി വിരോധം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ആശയങ്ങൾ, അതായത് ISISന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കേസില് കാശ്മീരി ദമ്പതികൾ ഉൾപ്പെടെ 5 ഭീകരർക്കാണ് ന്യൂഡൽഹിയിലെ NIA കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ISIS എന്തിനു വേണ്ടിയുള്ളതാണ്? ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ. അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുണ്ട്. ISISലേക്ക് ഏറ്റവും കൂടുതൽ പോയത് മലയാളികളാണ്. അതിൽപ്പെട്ടതാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ. ശ്രീനഗർ സ്വദേശിയായ 36-കാരൻ ജഹാൻ സൈബ് സാമി, അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന ബഷീർ, ഹൈദരാബാദ് സ്വദേശിയായ അബ്ദുള്ള ബാസിത്ത്, പൂനെ സ്വദേശികളായ സാദിയ അൻവർ ഷെയ്ഖ്, നബീൽ സിദ്ദീഖ് ഖത്രി എന്നിവരെയാണ് കോടതി കുറ്റക്കാര് എന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഇതിനു മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പുരുഷന്മാരാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പക്ഷേ കണ്ണൂരിൽ നിന്ന് 2 സ്ത്രീകൾ, ഒരു ഷിഫ ഹാരിസും വേറൊരു സ്ത്രീയും, അവര് ISIS ആശയങ്ങൾ പേറുന്നവരായിരുന്നു. സിറിയയിൽ പോയിട്ട് മടങ്ങി വന്നവരായിരുന്നു. അവരെ ഡൽഹിയിലെ NIA കോടതി പറത്തി കൊണ്ടുപോയത് നമ്മൾ കണ്ടു. അവരെ ലക്ഷ്യം വെച്ചത് എന്നെ ആയിരുന്നു. അവരെ ജാമിദായെ കൊല്ലുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. അപ്പോൾ തന്നെ പുറത്തു നിർത്തിയില്ല, അങ്ങ് കൊണ്ടുപോകുകയാണ് ചെയ്തത്. അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങൾ കൃത്യമായ രൂപത്തിൽ പ്രമാണങ്ങളിൽ ഉള്ളത് തുറന്നു പറയുന്ന ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുവാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനുമായി പ്രതികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന അന്വേഷണ സംഘമാണ് കണ്ടെത്തിയത്. ഭരണകൂടത്തിനെതിരായ ഗൂഢാലോചന,
വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ കോടതി ചുമത്തിയത്. ജഹാൻ സൈബ് സ്വാമിയെയും ഭാര്യ ഹിന ബഷീറിനെയും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ 2020 മാർച്ച് 8-ാം തീയതിയാണ് കസ്റ്റഡിയിലെടുത്തത്. 2020 ജൂലൈ 12-ാം തീയതി പൂനെയിൽ നിന്നാണ് സാദിയ അൻവർ ഷെയ്ഖിനെയും നബീൽ സിദ്ദീഖ് ഖത്രിയെയും പിടികൂടുന്നത് തന്നെ. UAPAയിലെ വിവിധ വകുപ്പ് പ്രകാരം 3 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷയാണ് ജഹാൻ സൈബ് സ്വാമിക്ക് NIA കോടതി വിധിച്ചത്. ഇന്ത്യയിലെ ഖിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു, അതായത് ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു ജഹാൻ സൈബിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ മാർഗത്തിലാണ് അവരെ പിടികൂടുന്നത്. രാജ്യത്തുടനീളം ഒരേ ദിവസം 100 IED സ്ഫോടനങ്ങൾ നടത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നു. ബിറ്റ്കോയിൻ വഴിയാണ് ഫണ്ട് സമാഹരിച്ചതെന്നും NIAയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2-ാം പ്രതിയായ ഹിന ബഷീർ എന്ന സ്ത്രീ 14 വർഷമാണ് അവർക്ക് തടവ് വിധിച്ചത്. താൻ IS അംഗമാണ് എന്ന് ചോദ്യം ചെയ്യലിൽ ഇവർ അന്വേഷണ സംഘത്തിനോട് സമ്മതിച്ചു. 5 പേരെ കൂടാതെ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ ബ്രേവ് എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാന്റെ വിചാരണ കോടതിയിൽ നടക്കുകയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. ISISിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള എന്ന വ്യക്തി പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ നൽകുന്ന ആളായിരുന്നു. MM അക്ബറിന്റെ പീസ് സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രൊഫസറായിരുന്നു അയാൾ. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. രാജ്യസ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബാംഗ്ലൂരിലെ MBBS വിദ്യാർത്ഥിയായിരുന്ന ഇയാൾ ഈ അബ്ദുറഹ്മാൻ എന്ന വ്യക്തി, ഇയാളെ 2020 ഓഗസ്റ്റിലാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സിറിയയിൽ പോയി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായും ഭീകരരെ ചികിത്സിക്കുന്നതിനു വേണ്ടി മെഡിക്കൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചതായും NIA കോടതി കണ്ടെത്തി. ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള വാർത്ത ഒരു മാധ്യമവും നൽകില്ല, അത് നമുക്കും അറിയാം. അത് ജനം TV മാത്രമേ നൽകൂ. അതായത് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും നമ്മൾ മുറിഞ്ഞു വീഴേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ, മതരഹിതനെന്ന് വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ എടുത്ത് പുറത്തിടുക തന്നെ ചെയ്യണം. ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇത്തരം വിഷജന്തുക്കളുടെ മുഖം പുറത്ത് കാണിച്ചു കൊടുത്തേ മതിയാകൂ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തോട് സ്നേഹം കാണിക്കേണ്ടത്. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ തച്ചുടച്ച് പുതിയ ഒരു സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഏത് ശ്രമങ്ങളെയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ മാറ്റിത്തിരുത്തിയേ മതിയാകൂ, നമ്മൾ എതിർത്തേ മതിയാകൂ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യസ്നേഹം പൂർത്തീകരിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും. ഞാനൊരു രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ഞാൻ എൻ്റെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുന്നു. ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിനും ജീവൻ പണയം വെച്ച് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കും. അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യും. ഇനി ISIS ഭീകരർ നമ്മുടെ തലയെടുത്തോണ്ട് പോയാലും ശരി, സന്തോഷത്തോടുകൂടി ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറാണ്. കാരണം നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കണം. നമുക്ക് അഭയാർത്ഥികളായിട്ട് പോകാൻ ഇടമില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടി മരിക്കാനേ പറ്റൂ. നമ്മൾ എവിടേക്ക് പോകും? പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ? നമ്മൾ എവിടെയാണ് അഭയാർത്ഥികളായിട്ട് പോയി കയറുന്നത്? നമുക്ക് പോകാൻ ഇടമില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കും, ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ഏത് ശത്രുക്കളെയും തുരത്താനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ മനക്കരുത്താണ്, എതിർക്കാനുള്ള കഴിവാണ്. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പവറാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കാൻ വേണ്ടി വരുന്നവർക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നു കൊടുക്കുന്ന ഒരു ഭരണം മുമ്പുണ്ടായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഈ സ്വതന്ത്ര ഭാരതം. ഇത്തരം മതതീവ്രവാദികൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കഴുത്തും താഴ്ത്തി തല താഴ്ത്തി നിന്നു കൊടുക്കുമെന്ന് ആരും ധരിക്കരുത്. ഒരിക്കലുമില്ല. ആദ്യം തന്നെ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ ചെയ്തത് ഈ രാജ്യത്തിന്റെ അതിർത്തികളെ സുസ്ഥിരമാക്കുക, സുരക്ഷിതമാക്കുക എന്നതായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്തത് അയൽവാസി ബന്ധങ്ങളെ കൂടുതൽ ശക്തമായി സൗഹൃദത്തോടെ, സഹായ മനസ്ഥിതിയോടെ, സഹിഷ്ണുതയോടെ, സാഹോദര്യത്തോടുകൂടി അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്നതായിരുന്നു. നമ്മളൊരു നാട്ടിൽ താമസിക്കാൻ പോയാൽ അയൽവാസികൾ നന്നായിരുന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാം. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഭരിക്കാൻ അറിയുന്ന, ഈ രാജ്യത്തിന്റെ സ്പന്ദനമറിയുന്ന ആ മഹാത്മാവ് ചെയ്തത് ഈ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കുക.
അയൽവാസി ബന്ധങ്ങളെ ശത്രുതയില്ലാതെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു. എന്തേ ഇതുവരെ ഭരിച്ച ഒരാൾക്കും അതിന് സാധിക്കാതെ പോയത്? അതെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഇന്ന് ഈ രാജ്യമുള്ളത്. അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി.